ഞാൻ നിങ്ങളുടെ കരിക്കുലത്തിൽ കൊടുത്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് ഇനിയുള്ള വീഡിയോസിൽ. അതിൽ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണിത്. ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് V1 യൂസിങ് നോഡൽ അനാലിസിസ്. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിൽ V1 കാൽക്കുലേറ്റ് ചെയ്യണം. V1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോഡൽ വോൾട്ടേജ് ആണ് V1. യൂസിങ് നോഡൽ അനാലിസിസ് ആണ്. നോഡൽ അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഓരോ നോഡ്സ് കൺസിഡർ ചെയ്യണം. ഇതിലുള്ള എല്ലാ നോഡ്സും കൺസിഡർ ചെയ്തിട്ട്, ഓരോ നോഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോഡിൽ അപ്ലൈ ചെയ്യുന്ന തിയറം ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? KCL ആണ്. നോഡൽ അനാലിസിസിന് യൂസ് ചെയ്യുന്നത് KCL തിയറാണ്. അതേസമയം മെഷ് അനാലിസിസ് ആണെങ്കിൽ, മെഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഓരോ ലൂപ്സ് ആണ് അല്ലേ. മെഷ് അനാലിസിസ് ആണെങ്കിൽ ഒരു ലൂപ്പിന് അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന തിയറം ഏതാണ്? KVL ആണ്. അപ്പോൾ ഒരു മെഷ് അനാലിസിസ് ആണെങ്കിൽ KVL അപ്ലൈ ചെയ്യാം. നോഡൽ അനാലിസിസ് ആണെങ്കിൽ ഓരോ നോഡ് എടുക്കണം, ആ നോഡിലേക്ക് KCL അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇതിലുള്ളത്? ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഇവിടെ 2 ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഉണ്ട് അല്ലേ. ഇതെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ എന്താ, അത് ഓൾവേസ് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഈ കറണ്ടിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺസ്റ്റൻറ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു DC സോഴ്സ് ആയതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് കറണ്ട്. ഒരു AC സോഴ്സ് ആണെങ്കിൽ വേരിയിങ് കറണ്ട് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടുക. പക്ഷേ ഇതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ വാല്യൂ ഈ ഒരു സർക്യൂട്ടിലെ വേറൊരു വാല്യൂസിനും ഒരു പാരാമീറ്റേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യില്ല. അതാണ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്. ഇവിടെ ഈ 2 ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഉണ്ട് അല്ലേ. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഫസ്റ്റ് തന്നെ പെട്ടെന്ന് മനസ്സിലാവുക, അതിൻ്റെ സിമ്പിൾ കാണുമ്പോൾ തന്നെ അത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണെന്ന് മനസ്സിലായി. കറണ്ട് സോഴ്സ് ആണോ വോൾട്ടേജ് സോഴ്സ് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഇതിൻ്റെ സിമ്പിൾ നോക്കുക. മൈനസ് പ്ലസ് പൊളാരിറ്റി ആണ് കൊടുത്തതെങ്കിൽ അതെന്താണ്? ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഡയറക്ഷൻ ആണ് കൊടുത്തതെങ്കിൽ അതൊരു കറണ്ട് സോഴ്സ് ആണ്. ഇനി ഇത് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആവാം, കറണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആവാം. അത് ഇതിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. ഇവിടെ എന്താണ്? V1 ആണ് അല്ലേ. അപ്പോൾ ഒരു V1 എന്ന് പറയുന്ന വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇതെന്ന് വെച്ചാൽ എന്താണ്? വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സും ഇത് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സും ആണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യാം? എല്ലാ നോഡ്സും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ എത്ര നോഡുണ്ട്? 1, 2, 3, 4 നോഡുണ്ട് അല്ലേ. അതിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നോഡിനെ ഗ്രൗണ്ട് ആക്കി എടുക്കുക, അതായത് റെഫറൻസ് ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള നോക്കുക, ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഗ്രൗണ്ട് ആയിട്ട് എടുത്തു. ദാറ്റ് മീൻസ് ഇതിൻ്റെ വോൾട്ടേജ് എന്താണ്? ഇവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ 0 വോൾട്ട് ആണ്. അപ്പം ഇനി ബാക്കി 3 നോഡ്സ് ഉണ്ട്. ആ നോഡ്സിന് ഓരോ വോൾട്ടേജ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഈ നോഡിൻ്റെ വോൾട്ടേജ് V1 ആണ്. ഇതിൻ്റെത് V2 ആയിട്ട് എടുക്കുക, തേർഡ് നോഡിൻ്റെത് V3 ആയിട്ട് എടുക്കുക. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. കാരണം ഈ ഡയഗ്രം ഒന്ന് ഞാൻ മാറ്റി വരയ്ക്കുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് നോഡ് കൺസിഡർ ചെയ്യാം. നോഡ് 1, കൺസിഡറിങ് നോഡ് 1. നോഡ് 1ലേക്ക് നമ്മൾ KCL അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, KCL അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കറണ്ട് ഡയറക്ഷൻസ് അസ്യൂം ചെയ്യണം. ഓൾറെഡി ഒരു 5 ആംപിയർ അകത്തേക്ക് വരുന്നുണ്ട് അല്ലേ. സോ നമ്മൾക്കൊന്ന് ജസ്റ്റ് ഡ്രോ ചെയ്യാം. ഇതാണ് നോഡ് 1, ഇതാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 5 ആംപിയർ പോകുന്നുണ്ട്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ V1-ഉം V2-നും ഈ V1-ഉം V2-നും ഇടയ്ക്ക് കറണ്ട് ഈ ഡയറക്ഷനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ ഇവിടെയും ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണെന്നുള്ളത് അസ്യൂം ചെയ്യാം. ഈ ഒരു അസംഷനാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഒരു നോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അസ്യൂം ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ എടുക്കുന്നത് 5 ആംപിയർ അകത്തേക്ക് വരുന്നു. പിന്നെ
രണ്ട് ബ്രാഞ്ചിലൂടെയും ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് കറണ്ട് എടുക്കുന്നത്. സോ ഈ ഒരു അസംഷനിൽ കേസിൽ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുക? നമ്മൾക്ക് എഴുതാം 5 ആംപിയർ ഈക്വൽ ടു ഇൻവേർഡിലേക്ക് വരുന്ന കറണ്ടുകളൊക്കെ ഈ സൈഡിൽ എഴുതുക, ഔട്ട്വേർഡിലേക്ക് പോകുന്ന കറണ്ടുകളൊക്കെ അപ്പുറത്തെ സൈഡിൽ എഴുതുക. അപ്പോൾ 5 ഈക്വൽ ടു V1 V2 ഇടയിലുള്ള കറണ്ട്. അപ്പം കറണ്ട് ഡയറക്ഷൻ എന്താ? V1 നിന്ന് V2ലേക്കാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പം V1 മൈനസ് V2 ഡിവൈഡഡ് ബൈ 20. ഇൻ കേസ് നിങ്ങളിപ്പോൾ എടുക്കുകയാണ് ഈ ഡയറക്ഷന് പകരം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു നിങ്ങളുടെ കറണ്ട് ഫ്ലോ എങ്കിൽ എന്താ സംഭവിക്കുന്നത്? V2 നിന്ന് V1ലേക്കാണ് കറണ്ട് ഡയറക്ഷൻ അല്ലേ? അപ്പം ഹയർ പൊളാരിറ്റി ടു ലോവർ പൊളാരിറ്റിയിലേക്കായിരിക്കും എപ്പോഴും കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ 20 എന്നാണ് എഴുതേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഡയറക്ഷൻ വെച്ചിട്ട് എൻ്റെ കറണ്ടിൻ്റെ വാല്യൂ V1 മൈനസ് V2 ബൈ 20 ആണ്. പ്ലസ് ഈ ഒരു ഒറ്റ കറണ്ട് വാല്യൂ ഉള്ളോ? അല്ല, ഈ ഒരു ബ്രാഞ്ചിലൂടെയും കറണ്ട് ഫ്ലോ ഉണ്ട് അല്ലേ? ഈ ബ്രാഞ്ചിലൂടെയും ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്, അതായത് V1 നിന്ന് V2ലേക്കാണ് കറണ്ട് ഫ്ലോ, V1 നിന്ന് V3ലേക്കാണ് നമ്മുടെ കറണ്ട് ഫ്ലോ വരുന്നത്. അപ്പം എങ്ങനെ എഴുതാൻ പറ്റും? V1 മൈനസ് V3 ഡിവൈഡഡ് ബൈ 50 എന്ന് എഴുതാം അല്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്യുക. 5 ഇൻറ്റു 1000 എന്താ? ഈ LCM ആണ് 1000 ഈക്വൽ ടു 50 V1 മൈനസ് 50 V2 പ്ലസ് 20 V1 മൈനസ് 20 V3 എന്ന് വരും. എല്ലാത്തിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്ത് വാല്യൂ കിട്ടും? 500 ഈക്വൽ ടു 50 V1 പ്ലസ് 20 V1 അല്ലേ? ദാറ്റ് ഈസ് 70 V1 മൈനസ് 50 V2 മൈനസ് 20 V3 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് നോഡ് 2. നോഡ് 2 വളരെ എളുപ്പമാണ്. നോഡ് 2 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ പർപ്പസ് എന്താണ്? ഓരോ നോഡും കൺസിഡർ ചെയ്യുന്നത് ആ നോഡൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. ഈ നോഡ് 1ന്റെ ഈ ഇക്വേഷൻസ് മൊത്തം എഴുതുന്നത് എന്താ? ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾക്ക് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V1 ആണ്. അതുപോലെ നോഡ് 2 എടുക്കുന്നത് V2 കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതുപോലെ നോഡ് 3 ആണെങ്കിൽ V3 കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അപ്പം നോഡ് 1 എടുത്തപ്പോൾ നമ്മൾക്ക് V1ന്റെ ഇവിടെ ഇപ്പോൾ V1 V2 V3 നമ്മൾക്കറിയില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് V2 V3 അറിയാമായിരുന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് V1 കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു അല്ലേ? നമ്മൾക്ക് ആകെ V1 മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ V1 അറിയണമെങ്കിൽ എന്തൊക്കെ വാല്യൂസ് വേണം? V2 V3യുടെ വാല്യൂസ് വേണം. ഇപ്പോൾ ഈ നോഡ് അനലൈസ് ചെയ്യുക. ഈ നോഡ് അനലൈസ് ചെയ്യുമ്പോൾ ഈ നോഡിലേക്ക് എത്ര ബ്രാഞ്ച് കണക്റ്റഡ് ആണ്? 1 2 3 ബ്രാഞ്ച് കണക്റ്റഡ് ആണ്. ഇവിടെ 20 ohms 30 ohms. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് അല്ലേ? ഈ വോൾട്ടേജ് ഈ ഒരു ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്? V2 മൈനസ് 0 ആണ്. ഇവിടെ വേറെ ഏതെങ്കിലും അൺനോൺ വോൾട്ടേജ് ആയിരുന്നെങ്കിൽ V2 മൈനസ്, സപ്പോസ് 0ക്ക് പകരം ഇവിടെ ഒരു V4 ആയിരുന്നെങ്കിൽ V2 മൈനസ് V4 ഈക്വൽ ടു 0.4 V1 എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? V4 നമ്മൾക്ക് അറിയാം. നമ്മളിവിടെ ഇതിനെ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? 0 വോൾട്ട് റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 0 വോൾട്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തെഴുതാം? V2 ഈക്വൽ ടു 0.4 V1 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വീണ്ടും ഈ കറണ്ടിൻ്റെ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് V2 ഓൾറെഡി കിട്ടി. V2 V1ൻ്റെയും V3ൻ്റെയും ടേംസിൽ കിട്ടിയാൽ നമ്മുടെ പർപ്പസ് അവിടെ തീർന്നു. നമ്മൾ ബേസിക്കലി ആ നോഡ് എടുക്കുന്നത് ആ നോഡൽ വോൾട്ടേജിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. സോ V2 ഈക്വൽ ടു 0.4 V1. ഇവിടെ ഇപ്പം എന്തുകൊണ്ട് V2 മൈനസ് 0 എടുത്തു എന്നുള്ള ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? അതിൻ്റെ റീസൺ എന്താണ്? ഇതിൻ്റെ പൊളാരിറ്റി നോക്കുക. ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി നോക്കുക. പ്ലസ്
മൈനസ് ആണ്. അപ്പം ഈ ഭാഗത്താണ് അപ്പ് സൈഡിലാണ് നമ്മുടെ ഹയർ പൊളാരിറ്റി. സോ V2 മൈനസ് 0 ഈക്വൽ ടു 0.4 V1 എന്നാണ് എഴുതേണ്ടത്. അതേസമയം ഇവിടെ മൈനസും പ്ലസും ആയിരുന്നെങ്കിൽ മൈനസ് പ്ലസ് ആയിരുന്നു നിങ്ങളുടെ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എങ്കിൽ എന്തായിരിക്കും എഴുതുക? 0 മൈനസ് V2 ഈക്വൽ ടു 0.4 V1 എന്നായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ V2 മൈനസ് 0 ഈക്വൽ ടു മൈനസ് 0.4 V1 എന്നായിരുന്നു ആ സമയത്ത് നിങ്ങൾ എഴുതുക. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി നോക്കുക, അതിനനുസരിച്ച് ഹയർ പൊളാരിറ്റിന്ന് ലോവർ പൊളാരിറ്റി മൈനസ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാൻ. സോറി, ഇവിടെ 500 ഇവിടെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ത്രൂ ഔട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 V1 അല്ലേ വരിക? 7 V1 മൈനസ് 5 V2 മൈനസ് 2 V3. ഇതാണ് നിങ്ങളുടെ ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. സോ ഇനി നെക്സ്റ്റ് നോഡ് 3, മൂന്നാമത്തെ നോഡ് കൺസിഡർ ചെയ്യാണ്. മൂന്നാമത്തെ നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കറണ്ട്, ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 3 ബ്രാഞ്ച് കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ നോഡിലേക്ക് 3 ബ്രാഞ്ച് കണക്റ്റഡ് ആണ്. അതിൽ ഒരു ബ്രാഞ്ചിൽ ഡയറക്റ്റ് നമുക്ക് കറണ്ടിന്റെ വാല്യൂ അറിയാം, മറ്റേ 2 ബ്രാഞ്ചിൽ കറണ്ടിന്റെ വാല്യൂ അറിയില്ല. അപ്പം നമ്മൾക്ക് ഇവിടെയും സെയിം തന്നെ മൂന്നാമത്തെ നോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കറണ്ടിന്റെ വാല്യൂ നമ്മൾക്കറിയാം. ഈ കറണ്ട് ഈ ഡയറക്ഷനിൽ ഞാൻ എടുക്കുന്നു, ഈ കറണ്ട് ആ ഡയറക്ഷനിലും എടുക്കുന്നുണ്ട്. ഇവിടെ V3 ആണ്, ഇത് V2, ഇവിടെ V1. ഈ ഇക്വേഷൻ എന്ത് എഴുതാം? അപ്പം അകത്തേക്ക് വരുന്ന കറണ്ടിന്റെ വാല്യൂ എന്താണ്? 0.01 V1. 0.1 V1 എന്ന് കണ്ടാലും ഇത് വോൾട്ടേജ് ആണെന്ന് ആരും വിചാരിക്കരുത്. ഇതെന്താണ്? ഒരു കറണ്ട് ആണ്. കാരണം ഈ സോഴ്സിന്റെ സിമ്പൽ നോക്കുക. സോഴ്സിന്റെ സിമ്പൽ എന്താണ്? ഒരു ഡയറക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അത് ആ കറണ്ട് ഫ്ലോയിന്റെ ഡയറക്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ആ കറണ്ടിന്റെ വാല്യൂ എന്താണ്? 0.01 V1 ആണ്. അപ്പോൾ 0.01 V1 ഈക്വൽ ടു, ഇനി ബാക്കി 2 ബ്രാഞ്ചിലും പുറത്തേക്കാണ് കറണ്ട് പോകുന്നത് അല്ലേ? ഈ നോഡിൽ നിന്ന് പുറത്തേക്കാണ് കറണ്ട് പോകുന്നത്. സോ ഈ ഡയറക്ഷനിൽ പോകുമ്പം V3യിൽ നിന്ന് V2യിലേക്കാണ് നമ്മുടെ കറണ്ട് പോകുന്നത്. സോ V3 മൈനസ് V2 ഡിവൈഡഡ് ബൈ 30 പ്ലസ് V3 മൈനസ് V1 ബൈ 50. കാരണം എന്താ? ഇവിടെ ഈ ഒരു ബ്രാഞ്ച് എടുക്കുമ്പോൾ V3യിൽ നിന്ന് V1ലേക്കാണ് നമ്മുടെ കറണ്ട് ഫ്ലോ പോകുന്നത് അല്ലേ? അതുകൊണ്ട് V3 മൈനസ് V1 ഡിവൈഡഡ് ബൈ 50 ആണ് ആ ബ്രാഞ്ചിലെ കറണ്ട്. ഇനി സെയിം വേ LCM എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനെ V1 V2 V3 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുക. അപ്പം നിങ്ങൾക്ക് 80 V3 മൈനസ് 50 V2 മൈനസ് 30 V1 ഈക്വൽ ടു 15 V1 എന്ന് കിട്ടും. 45 V1 മൈനസ് 45 V1 മൈനസ് 50 V2 പ്ലസ് 80 V3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് നിങ്ങളുടെ തേർഡ് ഇക്വേഷൻ. അപ്പം ഇങ്ങനെ 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഈ ഇക്വേഷൻസ് വെച്ച് നമ്മൾക്ക് V1ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ V2 ഈക്വൽ ടു 0.4 V1 എന്നുള്ളത് 1ലും 3ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് 2 ഇക്വേഷൻ കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 1ൽ നിന്നും 3യിൽ നിന്നും V2 എന്നുള്ള ടേം അങ്ങോട്ട് പോവും അല്ലേ? കാരണം V2നെ നമ്മൾ 0.4 V1 കൊടുക്കണം. അപ്പോൾ V2 കൂടി എന്തിൻ്റെ ടേംസിലാണ് നമുക്ക് കിട്ടുക? V1ന്റെ ടേംസിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഈ 2 ഇക്വേഷൻസ് V1ന്റെയും V3ന്റെയും ടേംസിലുള്ള 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആ 2 ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് V1 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 2 in equation 1, that will give you 5V1 minus 2V3 equal to 500. ഞാനത് സോൾവ് ചെയ്യുന്നൊന്നും എഴുതുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, മാത്സിൽ പഠിക്കുന്നതാണ്. സോ അതൊന്നും ചെയ്യുന്നില്ല. ഇനി ഇപ്പോൾ ഇക്വേഷൻ 2 in
equation 3. V3 equal to 13 by 16 V1 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ ഇക്വേഷൻ 4 ആയിട്ടും ഇക്വേഷൻ 5 ആയിട്ടും എടുക്കുക. അപ്പം ഈ ഒരു ഇക്വേഷൻ 4ൽ ഇക്വേഷൻ 5 ഇൻ ഇക്വേഷൻ 4 ഈ V3ൻ്റെ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് V1 ഈക്വൽ ടു 148.15 വോൾട്ട് എന്ന് കിട്ടും. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ V1 ഫൈൻഡ് ചെയ്യാനേ ചോദിക്കുന്നുള്ളൂ. സോ V1 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. V2ഉം V3യും കാണേണ്ട ആവശ്യമില്ല. സോ ആൻസർ ഈസ് 148.15 വോൾട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് V2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, V3ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. V2 ഇവിടെ നിങ്ങൾക്ക് കിട്ടുക 59.26 വോൾട്ടാണ്. അതുപോലെ V3 നിങ്ങൾക്ക് കിട്ടുന്നത് 120.37 വോൾട്ടാണ് കിട്ടുക. ഇത് രണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു നോഡ് എടുക്കുക. ഈ നോഡിൽ ഇൻവേർഡ് കറണ്ടിൻ്റെ വാല്യൂ എന്താ? 5 ആംപിയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് പ്ലസ് ഈ ഒരു ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ 5 ആംപ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കാരണം V1 മൈനസ് V2 148.15 മൈനസ് 59.26 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 148.15 മൈനസ് 120.37 ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ നിങ്ങൾക്ക് 5 ആംപിയേഴ്സ് കിട്ടുമോ എന്നുള്ളത് നോക്കുക. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് V3 നോഡും എടുക്കാം, V3 നോഡും എടുത്ത് ചെക്ക് ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.